എന്ത് സഹായത്തിനും ഞാനുണ്ട്. പക്ഷേ എടുത്തു ചാടി ഉടനെ ഒരു തീരുമാനം എടുക്കരുത്. സച്ചേട്ടന്റെ ക്ഷമയെ ഇനിയും നമ്മൾ പരീക്ഷിക്കരുത്. ആദ്യം 4-ാം തീയതിയിലെ വിധി എന്താണെന്ന് അറിയട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. എന്നും വീട്ടിലേക്ക് വരാൻ വലിയ താല്പര്യം കാണിക്കുന്ന ആളല്ലേ, പിന്നെ ഇന്നും തോറ്റി. അതുമാത്രമല്ല, എല്ലാവരുടെയും സന്തോഷം വക്കീലിനൊപ്പം പങ്കിടാനുള്ള അവരുടെ ആഗ്രഹം കൊണ്ടാ അങ്ങോട്ട് വിളിച്ചോണ്ട് ചെല്ലാൻ അവർ പറഞ്ഞത്. അതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ ഇന്ന് എനിക്ക് വരാൻ പറ്റില്ല. പിന്നൊരു ദിവസം വരാം. ശരി സച്ചി, ഞാൻ ഇറങ്ങോ? ഹലോ, എന്തായി മുതലാളി? കാര്യങ്ങളെല്ലാം നമ്മൾ വിചാരിച്ച വഴിയിലേക്ക് തന്നെ വരുന്നത്. പക്ഷേ വേറൊരു കാര്യം പറയാൻ ഞാൻ ഇപ്പോൾ വിളിച്ചത്. എന്താ കനകാംബരം? മാഡം കോടതിയിൽ തോക്കുന്നതിന്റെ വലിയ ആഘോഷം നടക്കുന്നത്. ആര് പറഞ്ഞു? ആതിര വീട്ടുകാരുമായി ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. ഓ, അത് ശരി. ഇത് ഞാൻ പ്രതീക്ഷിച്ചതാ. ഞാനൊന്ന് വീണ് കാണാൻ പ്രാർത്ഥനയും നോമ്പുമായി കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നവരാ തന്റെ സ്റ്റാഫും അവളുടെ കുടുംബവും. ആതിര ഇപ്പോ ഞാൻ വിരിച്ച വലയ്ക്കുള്ളിലാ. ആ വല മുറുകെ പിടിച്ചോണം. അത് പൊട്ടിച്ച് അവൾ ഒരിക്കലും പുറത്തു പോകരുത്. ഇല്ല മാഡം, മാഡം പറയുന്നത് അക്ഷരം പ്രതി ഈ കനകാംബരം നടപ്പിലാക്കും. മാഡത്തിന്റെ തകർച്ച അവരെ അങ്ങനെ ആഘോഷിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചാലും ആ കുടുംബത്തിൽ ഒരു സന്തോഷം വരാൻ ഞാൻ സമ്മതിക്കില്ല. ആതിരയ്ക്ക് ജോലി കിട്ടിയതിന്റെ സന്തോഷത്തിലാ കുടുംബം മുഴുവൻ. കനകാംബരൻ പിരിച്ച വലയുടെ അറ്റത്ത് പിടിച്ചിരിക്കുന്ന കൈ എന്റേതാണെന്ന് അവർക്കറിയില്ല. മാഡം എന്റെ കൺ കണ്ട ദൈവമാ. മാഡത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. സ്വർഗത്തിൽ പോയി താമസിച്ചാലും അവളുടെ കുടുംബത്തിന് ഒരിക്കലും സന്തോഷം കിട്ടില്ല. 2 പെൺമക്കളിൽ ഒരുത്തി കുടുംബം വിട്ട് ഇറങ്ങിപ്പോയി. മറ്റവളുടെ മാനം കൂടി കപ്പൽ കയറിയാ ആ തള്ള പിന്നെ ജീവനോടെ ഇരിക്കില്ല. ആതിരയുടെ കാര്യം മാഡം എനിക്ക് വിട്ടേക്ക്, അത് ഞാൻ ഏറ്റു. വേണം കനകാംബര. എന്റെ വീഴ്ച ആഘോഷിക്കുന്ന ശത്രുക്കൾക്ക് ഈ അവന്തിക തന്നെ നാശം വിതയ്ക്കും. തോൽവി ആഘോഷിക്കാൻ ഒരുത്തനെ ഞാൻ സമ്മതിക്കില്ല. ഞാൻ കൂടെ ഉണ്ട് മാഡം. ഇന്നത്തെ അവരുടെ സന്തോഷം നാളെ നമ്മുടെ സന്തോഷമായിരിക്കും. അത് എന്റെ ഉറപ്പാ. സച്ചേട്ടാ, അർച്ചന, കേസിന്റെ വിധിയെക്കുറിച്ച് ഓർത്തുള്ള ടെൻഷനാണോ? എനിക്കതിനെക്കുറിച്ച് ഒരു ടെൻഷനും ഇല്ല. ജയിക്കും തന്നെ എന്റെ വിശ്വാസം. എല്ലാത്തിനും മേൽ കാലം എന്നൊന്നുണ്ടല്ലോ. ചെയ്തു കൂട്ടിയതിനെല്ലാം ഉള്ള ശിക്ഷ അവന്തിക്ക് കാലം കൊടുക്കും. ഇതുവരെ അനുഭവിച്ച എല്ലാ ദുരിതങ്ങൾക്കുമുള്ള പരിഹാരമായി കേസ് സച്ചേട്ടനും കുടുംബത്തിനും അനുകൂലമായിട്ട് വിധിക്കുകയും ചെയ്യും. എല്ലാം ഉടനെ തന്നെ കലങ്ങി തെളിയുന്ന എന്റെ മനസ്സ് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് സച്ചേന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകാനുള്ള സമയമായി രാജീവ്. ഇത്ര പെട്ടെന്നോ? രാജീവ് പേടിക്കണ്ട. ഗൂഗിളിനെ തകർത്തെറിഞ്ഞുകൊണ്ടോ ഈ കുടുംബം ഇല്ലാതാക്കിക്കൊണ്ടോ ആയിരിക്കില്ല ഞാൻ ഇവിടുന്ന് പോകുന്നത്. അർച്ചന എന്താ ഉദ്ദേശിക്കുന്നത്? എന്റെ മനസ്സിലൊരു പദ്ധതിയുണ്ട്. പതിയെ പതിയെ എനിക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയ കാര്യം ഗൂഗിളിനെ പറഞ്ഞ് മനസ്സിലാക്കണം. ഗൂഗിൾ ഇത് അത്ര പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യുമെന്ന് അർച്ചന കരുതുന്നുണ്ടോ? ഗൂഗിളിന്റെ മാനസികാവസ്ഥ എനിക്കറിയാം. ഇക്കാര്യത്തിൽ എനിക്ക് രാജീവിന്റെ സഹായം വേണം.
എന്ത് സഹായത്തിനും ഞാനുണ്ട്. പക്ഷേ എടുത്തു ചാടി ഉടനെ ഒരു തീരുമാനം എടുക്കരുത്. സച്ചേട്ടന്റെ ക്ഷമയെ ഇനിയും നമ്മൾ പരീക്ഷിക്കരുത്. ആദ്യം 4-ാം തീയതിയിലെ വിധി എന്താണെന്ന് അറിയട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിൽ നിന്ന് വിട്ടുപോകരുത്. സമൃദ്ധ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. രാജീവ് പറഞ്ഞ പോലെ 4-ാം തീയതി വരെ ഞാൻ കാത്തിരിക്കും. അതിനുശേഷം എനിക്കൊരു തീരുമാനം എടുത്തേ പറ്റൂ. രാജീവിന് മാത്രമേ ഇക്കാര്യത്തിൽ എന്നെ സഹായിക്കാൻ പറ്റൂ. അപ്പൊ ഞാൻ നേരത്തെ സംശയിച്ചത് വെറുതെ അല്ല. ഇവര് തമ്മിൽ എന്തോ രഹസ്യമുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഏത് സമയത്തും ഇവര് തമ്മിൽ എന്തിനാ ഇത്രയ്ക്ക് രഹസ്യം പറയുന്നേ? ഇന്ന് ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. എന്താ രണ്ടുപേരും കൂടി ഇത്ര കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നേ? എന്താ 4-ാം തീയതി? ഞങ്ങൾ തമ്മിലൊരു ബെറ്റ് വെച്ചു. എന്ത് ബെറ്റ്? 4-ാം തീയതി ഒരു മാച്ച് ഉണ്ട്. അതില് ആര് ജയിക്കുമെന്നാണ് ബെറ്റ്. ഞാൻ പറയുന്ന ആള് ജയിച്ചാ സമൃദ്ധ ഞാൻ പറയുന്നത് കേൾക്കും. അതല്ല, സമൃദ്ധ പറയുന്ന ആള് ജയിച്ചാ സമൃദ്ധ എന്താണോ പറയുന്നത് അത് ഞാൻ അനുസരിക്കും. അല്ല സമൃദ്ധ, അങ്ങനല്ലേ? അല്ല, അത് പിന്നെ എന്തായാലും 4-ാം തീയതി കഴിയട്ടെ. മതി. അപ്പോ ഇപ്പൊ നിന്റെ സംശയം മാറിയല്ലോ. ഇനി എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ഇങ്ങനെ ഒളിച്ചെന്ന് കേൾക്കണ്ട, നേരിട്ട് വന്ന് ചോദിച്ചാൽ മതി. കേട്ടോടി? ഒന്ന് നിന്നേ. രണ്ടുപേരും കൂടി എന്നെ പൊട്ട കളിപ്പിക്കല്ലേ? മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ, എന്താ നിങ്ങൾ തമ്മിൽ സംസാരിച്ചത്? രാജീവ് പറഞ്ഞല്ലോ, മാച്ച്. അത് തന്നെ, അല്ലാതെ വേറൊന്നുമില്ല. ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചേച്ചി രാജീവിനോട് തന്നെ ചോദിച്ചാൽ മതി. എല്ലാം എനിക്ക് മനസ്സിലായി. 4-ാം തീയതി മാച്ച്, അതിന് രണ്ടുപേരും കൂടി ബെറ്റ് വയ്ക്കുന്നു. മനസ്സിലായി. 4-ാം തീയതി 2ന്റെ മാച്ച് ഞാൻ ശരിയാക്കി കൊടുക്കാം. എന്റെ പതന ആഘോഷിക്കാ ശത്രുക്കൾ, അല്ലേ മൂർത്തി? അല്ല, നമ്മളെ ചതിച്ചത് മാഡത്തിന്റെ അനിയത്തിയാ. ഒരേ വയറ്റിൽ പിറന്നാണെന്നും സ്വന്തം ചോരയാണെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മൂർത്തി. ഇങ്ങനെ ഒരു നീക്കം ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. അത് മൂർത്തിയുടെ കഴിവുകേട്, ചിന്തിക്കാനുള്ള ശേഷിയില്ലായ്മ. സന്ദീപിനെ ഇറക്കി നമ്മൾ കളിക്കാൻ ശ്രമിച്ചതിന് ആ സച്ചിയും വക്കീലും നമ്മളോട് തിരിച്ചു കളിച്ചു.